ഹായ് ഹലോ നമസ്കാരം വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഫ്രിഡ്ജ് നമുക്ക് വളരെ എളുപ്പത്തിൽ എങ്ങനെ ക്ലീൻ ചെയ്തെടുക്കാം എന്നുള്ളതാണ്. എത്ര പഴയ ഫ്രിഡ്ജായാലും എത്ര അഴുക്ക് പിടിച്ച ഫ്രിഡ്ജായാലും നമുക്കത് വളരെ എളുപ്പത്തിൽ തന്നെ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ആദ്യമായിട്ട് ആരെങ്കിലും ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഫ്രിഡ്ജ് ഡീപ്പ് ക്ലീൻ ചെയ്യുന്നത് നമ്മൾ വർഷത്തിൽ ഒരു തവണയൊക്കെ ചെയ്താൽ മതി. ഫ്രിഡ്ജ് കുറച്ച് ശ്രദ്ധയോടും വൃത്തിയോടും കൂടി സൂക്ഷിച്ചാൽ നമുക്ക് ഒരുപാട് വട്ടമൊന്നും ക്ലീൻ ചെയ്യേണ്ട യാതൊരു ആവശ്യവും ഇല്ല. ഇപ്പോൾ എൻ്റെ ഫ്രിഡ്ജിൽ മുട്ട വീണ് പൊട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഇത് ക്ലീൻ ചെയ്യാൻ വേണ്ടി എടുത്തത്. നിങ്ങൾ ഈ ഒരു രീതിയിൽ ക്ലീൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അധിക സമയം ഒന്നും എടുക്കില്ല, എന്നാൽ നല്ല വൃത്തിയായിട്ട് കിട്ടുകയും ചെയ്യും. ഞാനിപ്പം ഈ ഫ്രിഡ്ജ് വാങ്ങിയിട്ട് ഏകദേശം ഒരു 10 വർഷത്തിന് മേലെയായി. ഇതുവരെയും ഫ്രിഡ്ജിന് കുഴപ്പമൊന്നുമില്ല. നമ്മൾ പിന്നെ ഷിഫ്റ്റിംഗ് ചെയ്യുന്ന സമയത്തൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു തട്ടലും മുട്ടലും ഒക്കെ ഉണ്ട്. ആ ഒരു പ്രശ്നമല്ലാതെ ഫ്രിഡ്ജിന് വേറെ കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ ഫ്രീസർ കണ്ടില്ലേ, അതിനുള്ളിലൊന്നും അധികം അഴുക്കൊന്നുമില്ല. ഫ്രിഡ്ജിൻ്റെ ഈ ഒരു താഴ്ഭാഗത്ത് അത്യാവശ്യം നല്ല അഴുക്ക് തന്നെയുണ്ട്. അപ്പം നമുക്കിത് മൊത്തത്തിലൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. അപ്പം ഞാൻ ഇതിലെ ട്രേ ഒക്കെ ഒന്ന് മാറ്റണം. ആദ്യം നമുക്ക് ആ ട്രേ ഒക്കെ ഒന്ന് മാറ്റി കൊടുക്കാം. നമ്മൾ ഈ ട്രേ ഒക്കെ റിമൂവ് ചെയ്യുന്ന സമയത്ത് ഇതൊക്കെ നന്നായിട്ട് ശ്രദ്ധിച്ച് തന്നെ എടുക്കണം. കുറേ നാളായി നമ്മൾ ഈ ട്രേ ഒക്കെ എടുത്ത് മാറ്റിയിട്ടില്ലെങ്കിൽ ഇത് കുറച്ച് ടൈറ്റ് ആവും. അപ്പോൾ പൊട്ടിപ്പോവാതെ ശ്രദ്ധിച്ച് റിമൂവ് ചെയ്യുക. അപ്പം നമുക്കിത് വൃത്തിയാക്കാനുള്ള ഒരു ലിക്വിഡ് തയ്യാറാക്കാം. അതിനായി ആദ്യം വേണ്ടത് നാരങ്ങയാണ്. ഒരു നാരങ്ങ മുഴുവനും ഞാൻ എടുക്കുന്നുണ്ട്. നമ്മുടെ എല്ലാവരുടെയും വീട്ടിലുള്ള ഒന്നാണ് നാരങ്ങ. ഇപ്പം അത് നന്നായി പിഴിഞ്ഞെടുത്ത ശേഷം അതിൻ്റെ കുരുവൊക്കെ ഒന്ന് വീണിട്ടുണ്ട്. അതൊക്കെ ഒന്ന് മാറ്റി കൊടുക്കാം. ഇനി നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഡിഷ് വാഷിംഗ് ലിക്വിഡാണ്. അതും നമ്മുടെ എല്ലാവരുടെയും വീട്ടിലുണ്ട്. ഏത് ബ്രാൻഡ് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. നമുക്ക് എത്ര ആവശ്യമുണ്ടോ അത്രയും ഒഴിച്ചു കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ ഇതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുക. ഇനി ഒരു സ്ക്രബ്ബർ ഈ ലിക്വിഡിൽ മുക്കിയിട്ട് നന്നായിട്ട് ഈ ഫ്രിഡ്ജ് ഒന്ന് വാഷ് ചെയ്തെടുക്കാം. ഇങ്ങനത്തുള്ള സ്ക്രബ്ബർ എടുക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കോട്ടൺ തുണി എടുക്കുക. നമ്മൾ ഫ്രിഡ്ജ് ഉരയുന്ന രീതിയിലുള്ള സ്റ്റീലിൻ്റെ സ്ക്രബ്ബർ ഒന്നും ഉപയോഗിക്കരുത്. നാരങ്ങ നല്ലൊരു ക്ലീനിങ് ഏജൻറ്റാണ്. നമ്മൾ അതുകൊണ്ട് കഴുകുമ്പോൾ തന്നെ നല്ല ക്ലീൻ ആവും ഫ്രിഡ്ജ്. ഞാൻ പറഞ്ഞില്ലേ ഫ്രിഡ്ജിൻ്റെ താഴ്ഭാഗത്ത് കുറച്ച് കൂടുതൽ അഴുക്കുണ്ടായിരുന്നെന്ന്. ആദ്യം തന്നെ ഞാൻ കുറച്ച് ലിക്വിഡ് ആ ഭാഗത്തേക്ക് ഒഴിച്ചു കൊടുത്തു. അങ്ങനെ ചെയ്യുവാണെങ്കിൽ നമുക്ക് അധികം പാടില്ല. നന്നായിട്ട് തന്നെ ഒന്ന് കഴുകുമ്പോഴേക്കും നമുക്ക് ആ അഴുക്കൊക്കെ മാറിക്കിട്ടും. അതിനുശേഷം ഞാനൊരു ഉണങ്ങിയ തുണി വെച്ചിട്ടാണ് തുടയ്ക്കുന്നത്. കണ്ടോ, ഇങ്ങനെ ഈ ഒരു തുണി കൊണ്ടിട്ട് എല്ലാ ഭാഗത്തും വൃത്തിയായിട്ട് തുടച്ച് മാറ്റുക. ഇനി അതിനുശേഷം നമുക്കിതൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് ആ തുണി ഒന്ന് മുക്കി നന്നായിട്ട് പിഴിഞ്ഞ ശേഷം വീണ്ടും തുടച്ചു കൊടുക്കാം. അങ്ങനെ ചെയ്യുവാണെങ്കിൽ എല്ലാ ഭാഗത്തും നമുക്ക് വൃത്തിയായിട്ട് തുടച്ചെടുക്കാൻ പറ്റും. പിന്നെ ചീത്തയാവുന്നതിനനുസരിച്ചിട്ട് വെള്ളം മാറ്റി കൊടുക്കുക. കണ്ടില്ലേ, ഫ്രിഡ്ജ് ക്ലീനിങ് എല്ലാം കഴിഞ്ഞു. നമ്മൾ അധിക സമയം ഒന്നും എടുത്തില്ല ഇതൊന്ന് ക്ലീനാക്കി എടുക്കാൻ വേണ്ടി. താഴ്ഭാഗവും ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. ദേ നോക്കി, നേരത്തെ നമ്മൾ കണ്ട ഫ്രിഡ്ജ് പോലെയാണോ? ഇപ്പോൾ എത്രമാത്രം ക്ലീൻ ആയെന്ന് കണ്ടോ? നമ്മുടെ വീട്ടിലുള്ള രണ്ട് സാധനങ്ങൾ കൊണ്ടാണ് നമ്മൾ ഈ ഫ്രിഡ്ജ് ഇങ്ങനെ ക്ലീനാക്കി എടുത്തത്. നമ്മളായാലും നമ്മുടെ കുട്ടികളായാലും ഫ്രിഡ്ജ് അടയ്ക്കുന്ന സമയത്തൊന്നും ശ്രദ്ധിക്കാറില്ല. ഫ്രിഡ്ജൊന്ന് ഓപ്പൺ ആയി കിടന്നാൽ നമുക്ക് അത്രത്തോളം കറണ്ട് നഷ്ടപ്പെടുകയും ചെയ്യും. ഫ്രിഡ്ജിൻ്റെ ഈ റബ്ബറിൻ്റെ ഭാഗത്തൊക്കെ എന്തെങ്കിലുമൊക്കെ കീറിയിട്ടുണ്ടെങ്കിൽ അടയുന്നതിന് ബുദ്ധിമുട്ടായിരിക്കും. അപ്പം നമ്മൾ എപ്പോഴും അടച്ചെന്ന് തന്നെ ഉറപ്പ് വരുത്തണം. ഇപ്പം ഞാൻ ഇതിനുള്ളിലെ ട്രേ ഒക്കെ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കിതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് തുടച്ച് മാറ്റാം. നമുക്ക് ഇതേ ലിക്വിഡ് ഉപയോഗിച്ചിട്ട് തന്നെ ട്രേ കഴുകിയെടുക്കാം. ഇനി നമുക്ക് ഇതെല്ലാം തിരികെ അതാത് പൊസിഷനിൽ വെക്കാം. ഞാൻ പറഞ്ഞില്ലേ ഇത് 10 വർഷത്തിന് മേലെ പഴക്കമുള്ള ഫ്രിഡ്ജാണെന്ന്. ഇപ്പോൾ ഇത് പുതുപുത്തൻ പോലെ ആയില്ലേ ഇതിനുള്ളിൽ. ഇപ്പം നമ്മൾ അധിക സമയം ഒന്നും എടുത്തില്ല ഇത് ക്ലീൻ ചെയ്യാൻ വേണ്ടി. അപ്പം നമ്മൾ ഒരു വർഷത്തിൽ ഒരു 10-15 മിനിറ്റ് എടുത്ത് ഫ്രിഡ്ജ് ഇങ്ങനെ ക്ലീൻ ചെയ്ത് വെക്കുകയാണെങ്കിൽ എപ്പോഴും കാണുമ്പോൾ തന്നെ നമുക്ക് തന്നെ ഒരു സന്തോഷമാണ്. പിന്നെ ഞാൻ ഈ ഫ്രിഡ്ജിനുള്ളിൽ ഞാൻ എങ്ങനെയൊക്കെയാണ് ഓരോ സാധനങ്ങളും വെക്കുന്നത്, ഞാനിത് അഴുക്കൊന്നും അധികം ആകാതെ എങ്ങനെയാണ് സൂക്ഷിക്കുന്നതെന്നും കൂടെ കാണിച്ചു തരാം. ഇപ്പം ഞാൻ ഇതുപോലെ ഒരു ഷീറ്റ് അലൂമിനിയം ഫോയിലാണ് എടുത്തേക്കുന്നത്. ഞാൻ ഈ അലൂമിനിയം ഫോയിൽ ഈ ഫ്രീസറിലേക്ക് വെച്ച് കൊടുക്കും. കാരണം നമ്മൾ മീറ്റും ഒക്കെ വെക്കുന്ന സമയത്ത് അതിൻ്റെ വെള്ളമൊന്നും താഴെ വീഴുവാണെങ്കിൽ നമുക്ക് ഈ അലൂമിനിയം ഫോയിൽ എടുത്ത് മാറ്റിയാൽ മതി. ഫ്രിഡ്ജിനുള്ളിലൊന്നും ആവില്ല.
അലൂമിനിയം ഫോയിലിന് പകരം നമുക്ക് ക്ലിംഗ് റാപ്പ് വേണമെങ്കിൽ ഉപയോഗിക്കാം. ഏതായാലും കുഴപ്പമില്ല. ഇങ്ങനെയൊക്കെ വെക്കുവാണെങ്കിൽ അതിലെന്ത് വീണാലും നമുക്ക് എടുത്ത് മാറ്റാൻ പറ്റും. ഇതുപോലെ മുട്ട ഞാൻ ഈ സൈഡിൽ വെക്കുന്നുണ്ട്. നമുക്ക് അതും അലൂമിനിയം ഫോയിൽ വെച്ചിട്ട് വെക്കുവാണെങ്കിൽ മുട്ട പൊട്ടുവാണെങ്കിൽ നമുക്ക് ആ ഫോയിൽ എടുത്ത് മാറ്റാം. ഇപ്പം ഞാൻ ഈ സൈഡിൽ വെച്ചേക്കുന്നത് പാല്, സോസ്, നെയ്യ് അങ്ങനത്തെ ഉള്ളതാണ്. പിന്നെ ഇങ്ങനത്തെ ഉള്ള ബോട്ടിൽസ് സാധനം വെച്ചിട്ട് താഴെ വെച്ചിട്ടുണ്ട്. ഇതെല്ലാം ഗ്ലാസ് ബോട്ടിലാണ്. ഞാൻ അങ്ങനെ ഒരുപാട് കുത്തി നിറച്ചൊന്നും ഫ്രിഡ്ജിൽ സാധനം വെക്കാറില്ല. ഇനി ഈ ഒരു ഭാഗത്ത് വെച്ചേക്കുന്നത് മെഡിസിൻസ് ആണ്. പിന്നെ നമ്മൾ വാട്ടർമെലനൊക്കെ ഫ്രിഡ്ജിൽ വെക്കില്ലേ, നമ്മൾ വാങ്ങിക്കുന്ന സമയത്ത് ഇതുപോലെ ഒരു ക്ലിംഗ് റാപ്പ് കാണും. അപ്പം നമ്മൾ മെലൻ കട്ട് ചെയ്ത ശേഷം ഇത് വെച്ച് തന്നെ കവർ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ഇത് അധികം പെട്ടെന്നൊന്നും കേടായി പോകില്ല. നമ്മളിത് റാപ്പ് ചെയ്ത് വെക്കുവാണെങ്കിൽ നമുക്കിത് ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കും. ഇപ്പം ഞാനിത് കണ്ടില്ലേ, ഇത് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഒന്നുകിൽ നമ്മൾ ഈ ഒരു കവർ വെച്ചിട്ട് തന്നെ ചെയ്യുക, അല്ലെങ്കിൽ നമ്മളുടെ കയ്യിൽ കവർ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് പൊതിഞ്ഞ് വെക്കുക. ഞാനിപ്പം വാട്ടർമെലൻ്റെ കാര്യം മാത്രമല്ല പറഞ്ഞത്, കുമ്പളങ്ങ, വെള്ളരിക്ക, മത്തങ്ങ അങ്ങനത്തെ ഉള്ള ഏതായാലും ഇതുപോലെ കവർ ചെയ്ത് വെക്കണം. അപ്പോൾ നമുക്ക് കുറച്ച് ദിവസം ഫ്രഷ് ആയിട്ട് ഇരിക്കും. ഇനി ഞാൻ ഈ ഒരു പയറ് എങ്ങനെയാണ് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്നതെന്ന് കാണിച്ചു തരാം. ഇതിപ്പം ഞാൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചേക്കുകയാണ്. മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട വെള്ളത്തിൽ ഒരു അരമണിക്കൂറോളം മുക്കി വെച്ച ശേഷം കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ അരിഞ്ഞെടുക്കാം. എത്ര അധികം പയറുണ്ടെങ്കിലും നമുക്ക് ഒറ്റ അടിക്ക് തന്നെ ഇത് അരിഞ്ഞെടുക്കാൻ പറ്റും. അതെങ്ങനെയാണെന്ന് നോക്കുക. ഇതുപോലെ ഒരുമിച്ച് പിടിച്ചിട്ട് ഒരു റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കുക. ഈ എല്ലാ പയറും ഈ റബ്ബർ ബാൻഡിനുള്ളിലേക്ക് ആക്കി കൊടുക്കണം. എന്നിട്ട് ഇത് ഒരേ ലെവലിൽ കൊണ്ടുവരണം. ദേ കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ നമുക്ക് എല്ലാ പയറും ഇങ്ങനെ ചെയ്ത് കൊടുത്തിട്ട് ഇത് ഒരേ ലെവലായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഭാഗം ഇങ്ങനെ കട്ട് ചെയ്ത് കളയാം. ഇതിൻ്റെ ആ ഒരു ഞെട്ടിൻ്റെ ഭാഗം കട്ട് ചെയ്ത് കളയുന്നുണ്ട്. അതിനുശേഷം നമുക്ക് മെഴുക്ക് പുരട്ടിയാണോ തോരനാണോ ഏതാ വേണ്ടതെന്ന് വെച്ചാൽ ആ ഒരു അളവിനനുസരിച്ചിട്ട് നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ദേ നോക്കിയേ, ഇനി ഇത് ഞാൻ മെഴുക്ക് പുരട്ടിക്ക് വേണ്ടിയാണ് ഇപ്പോൾ അരിയുന്നത്. ഈ ഒരു രീതിയിൽ നമുക്ക് അരിഞ്ഞു കൊടുക്കാം. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് അരിഞ്ഞെടുക്കാൻ പറ്റും ഇങ്ങനെ ചെയ്താൽ. ഇനി ഇത് അരിഞ്ഞ് തീരുന്ന അനുസരിച്ചിട്ട് ഈ റബ്ബർ ബാൻഡ് നമുക്ക് ബാക്കിലേക്ക് മാറ്റി കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ ഇതുപോലെ ചെയ്ത് കൊടുക്കണം. നമുക്ക് എളുപ്പത്തിൽ അരിഞ്ഞെടുക്കാൻ പറ്റും. ഇതുപോലെ തന്നെ നമുക്ക് ബീൻസ്, വെണ്ടയ്ക്ക ഒക്കെ നമുക്ക് ഇങ്ങനെ തന്നെ അരിഞ്ഞെടുക്കാം. നമുക്കത് വളരെ എളുപ്പവും ആയിരിക്കും. ഇപ്പം ഞാൻ ഈ മുഴുവൻ പയറും അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഫ്രിഡ്ജിൽ വെക്കാനുള്ളത് എങ്ങനെയാണെന്ന് നോക്കാം. നമ്മുടെ കയ്യിലൊക്കെ ഈ സിപ്ലോക്ക് ബാഗ് കാണില്ലേ, അപ്പം ഞാൻ ഈ ബാഗിലേക്ക് ഈ പയറാക്കി വെക്കുകയാണ് ചെയ്യാറ്. ഇങ്ങനെ ചെയ്ത് വെച്ചാൽ എനിക്ക് ഓഫീസിൽ പോകുന്ന സമയത്ത് ഇത് നല്ല ഈസിയാണ്. കാരണം രാവിലെ എടുത്തിട്ട് എനിക്കിത് തോരനായാലും മെഴുക്ക് പുരട്ടിയായാലും എന്തായാലും പെട്ടെന്ന് എനിക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കഴുകാനോ അരിയാൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾ ഈ ഒരു ബാഗിലാക്കി വെക്കുന്നത് കൊണ്ട് തന്നെ നല്ല ഫ്രഷ് ആയിട്ട് ഇരിക്കുകയും ചെയ്യും. പിന്നെ ഞാൻ ഫ്രിഡ്ജിൽ ഒരുപാട് കുത്തി നിറച്ച് സാധനങ്ങളൊന്നും വെക്കാറില്ല. ഒരാഴ്ചത്തേക്കുള്ള വെജിറ്റബിൾ ആയാലും ഫ്രൂട്ട്സ് ആയാലും വാങ്ങിക്കുകയുള്ളൂ. നമ്മുടെ മനസ്സിലൊരു ഊഹം കാണുമല്ലോ, നമ്മൾ ഈ ഒരു ആഴ്ച എന്താ കറി വെക്കാൻ പോകുന്നതെന്ന്. അതിനനുസരിച്ചിട്ട് മാത്രമേ ഞാൻ വാങ്ങിക്കാറുള്ളൂ. അങ്ങനെ ചെയ്യുവാണെങ്കിൽ നമുക്ക് അധികം ഒന്നും വേസ്റ്റായി പോയില്ല. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. പിന്നെ ലൈക്ക് ചെയ്യാം. നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്തു കൊടുക്കുക. പിന്നെ നിങ്ങളുടെ കമൻറ്റ് അത് തീർച്ചയായും വേണം കേട്ടോ. എങ്കിലേ എന്തെങ്കിലും നമ്മളുടെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ടെങ്കിലൊക്കെ മാറ്റാൻ പറ്റൂ. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.